നമ്മുടെ കണ്ണുകൾ കൊണ്ട് ലോകത്തുള്ള എല്ലാത്തിനെയും നമുക്ക് കാണാം. പക്ഷെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്തത് നേരിട്ട് നമ്മുടെ കണ്ണുകളെ തന്നെയാണ്, നമ്മളെ തന്നെയാണ്. നമുക്ക് അതിനൊരു പ്രതിബിംബം അല്ലെങ്കിൽ ഒരു കണ്ണാടിയുടെ സഹായം വേണ്ടി വരും. അല്ലാതെ നമുക്ക് നമ്മളെ കാണാൻ കഴിയും മറ്റുള്ളവരുടെ കണ്ണുകളിലൂടെ. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ കണ്ണുകളിലൂടെ നമ്മളെ കാണാൻ കഴിയും. അവരുടെ കണ്ണുകളിൽ അവർ ജനിച്ച് വീഴുമ്പോൾ തൊട്ടൊരു 10 വയസ്സിന് താഴെ വരെ അവരുടെ കണ്ണുകളിൽ നമ്മൾ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ. തിരിച്ച് നമ്മുടെ കണ്ണുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്. നമ്മൾ അവർക്ക് മാതാപിതാക്കളുടെ ഒരു കെയറിങ് മാത്രം മതി ആ പ്രായത്തിൽ. പക്ഷെ നമ്മൾ ഒരുപാട് ജോലി തിരക്കുകളും മറ്റു കുട്ടികളും ഒക്കെ ഉണ്ട് ഫാമിലി. അത്രയ്ക്ക് തിരക്കാണെങ്കിൽ പോലും നമ്മുടെ കണ്ണുകളിൽ ഒരു കണ്ണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽക്ക് വേണം. അവരെ കാണണം, അവർക്കൊരു അറ്റൻഷൻ കൊടുക്കണം, അവരെ ശ്രദ്ധിക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യണം. ഇല്ല എങ്കിൽ നാളെ കുറച്ച് വലുതായി കഴിയുമ്പോൾ നമ്മുടെ കണ്ണിൽ അവരില്ല എങ്കിൽ വലുതായി കഴിയുമ്പോൾ അവരുടെ കണ്ണുകളിൽ നമ്മളെ കാണാൻ അവർ ശ്രമിക്കുകയില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളുടെ പ്രത്യേകമായിട്ടൊരു ശ്രദ്ധ അവരുടെ പ്രായത്തിൽ നമ്മൾ കൊടുത്തേ പറ്റൂ, ഒരു അറ്റൻഷൻ കൊടുത്തേ പറ്റൂ. അവരെന്തെങ്കിലും ഒരു സംശയമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സമയത്തേക്ക് കാണണം. നമുക്കൊരു ശല്യമായിട്ട് തോന്നരുത്. നമ്മളോടല്ലാതെ വേറെ ആരോടാണ് അവർ വന്ന് ചോദിക്കുന്നത്? ഓരോ കാര്യങ്ങളും നമ്മളെ കൊണ്ടാവുന്ന വിധം നമ്മൾ പറഞ്ഞു കൊടുക്കുക. പക്ഷേ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചറിഞ്ഞ് നമ്മുടെ കുട്ടികളുടെ പുതിയ പുതിയ കാര്യങ്ങൾ അവർ ചോദിക്കുമ്പോൾ അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് പ്രതീക്ഷ അവർക്ക് കൊടുക്കുക. അവരെ നിരാശപ്പെടുത്തുകയോ ദേഷ്യപ്പെട്ട് ആട്ടി ഓടിക്കുകയോ ഒന്നും ചെയ്യരുത്. നമ്മളാണ് അവരുടെ കണ്ണിലെ പ്രകാശം, അവരാണ് നമ്മുടെ കണ്ണിലെയും പ്രകാശം. മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ എപ്പോഴും എന്തൊക്കെ പ്രതിസന്ധിയും പ്രശ്നങ്ങളും നമുക്ക് നേരിട്ടാലും എപ്പോഴും ഒരു ബോണ്ട് ഉണ്ടാവാൻ നമ്മൾ പ്രത്യേകം ശ്രമിക്കുക. നമ്മുടെ കണ്ണുകളിലൂടെ കുഞ്ഞുങ്ങളെയും കുഞ്ഞുങ്ങളുടെ കണ്ണുകളിലൂടെ നമ്മളെയും കാണാൻ ശ്രമിക്കുക.